ഇത് ശരിക്കും ഒരു സംഭവം തന്നെയാണ്. ശരിക്കും നമ്മൾ കുറെ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഈ ചെറിയ ഷോർട്ട് ഫിലിമൊക്കെ ഒന്നൊരു സിനിമ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അല്ലെങ്കിൽ ഒരു സിനിമയായിട്ട് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്തുകൊണ്ട് അവരങ്ങനെ എടുക്കുന്നില്ല? എന്നൊക്കെ നമ്മൾ ഒരുപാട് ചിന്തിക്കാറുണ്ട്. പല ഷോർട്ട് ഫിലിംസും കാര്യങ്ങളും കാണുമ്പോഴെല്ലാം നമ്മൾ ചിന്തിക്കാറുണ്ട്. ആ ചിന്ത ഇനി വേണ്ട. ഒരു ചെറിയ ഷോർട്ട് ഫിലിമിലെ ഒരു ചെറിയ കണ്ടന്റ് അതിന് അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ബിഗ് സ്കെയിൽ മൂവി ആയിട്ട് എടുത്തെങ്കിൽ ആ ഡയറക്ടറിനെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഞാൻ പറയാൻ പോകുന്നത് സംഭവം അധ്യായം 1 എന്ന മൂവി കണ്ടിരിക്കുകയാണ്. ഒരു ഗംഭീര പടം. വെൽ ക്രാഫ്റ്റഡ് സ്ക്രിപ്റ്റ്. ഒരു അടിപൊളി സംഭവമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു ഷോർട്ട് ഫിലിം ഞാൻ ഇറങ്ങിയ സമയത്ത് ഞാൻ കണ്ടതാണ്. അത്രയും ഗംഭീരമായിട്ടുള്ള ഷോർട്ട് ഫിലിം. നമ്മൾ വലിയ 4Kയിലൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയ അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു കിടിലം വർക്കാണ് ആ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനെ ഒരു സിനിമയായിട്ട് കാണാൻ പറ്റുമെന്ന് സത്യം പറഞ്ഞാൽ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഈ സിനിമയായിട്ട് ഇറക്കേണ്ട ഒരു കണ്ടന്റ് അല്ലേ എന്ന് ഞാൻ ആദ്യമേ ചുമ്മാ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരതിനെ സിനിമയാക്കി ഇറക്കി. ആദ്യമേ ആ ടീമിനൊരു വലിയ കയ്യടി. ഹാറ്റ്സ് ഓഫ്. അത്രയും ഗംഭീരമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റിനെ ക്ലിയർ ആയിട്ട് അത്രയും സൂപ്പർ ആയിട്ട് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു താരനിര തന്നെ സിനിമയ്ക്കകത്തുണ്ട്. നമ്മുടെ ആസിഫ് അലിയുടെ അനിയനായിട്ടുള്ള അഷ്കർ അലി, പിന്നെ വിനീത് കുമാർ ഉണ്ട്, സിദ്ധാർത്ഥ് ഭരതൻ, പിന്നെ സെന്തിൽ കൃഷ്ണ, അങ്ങനെ കുറച്ച് നല്ല കാസ്റ്റിംഗ് കാര്യങ്ങൾ സിനിമയ്ക്കകത്തുണ്ട്. പടം ഗംഭീരമായിട്ടുള്ള പടമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും സൂപ്പറായിട്ട് അവരത്രയും കിടിലമായിട്ട് അവരതിനെ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. നല്ലൊരു കണ്ടന്റ് ആണ് ആ സിനിമയ്ക്കകത്ത് എടുത്തിരിക്കുന്ന ആ ഒരു കൺസെപ്റ്റ് അടിപൊളി കൺസെപ്റ്റ് ആണ്. കാരണം നമ്മൾ ഒരു വാവ് ഫാക്ടർ തരുന്ന ഒരു കൺസെപ്റ്റ് ആണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഷോർട്ട് ഫിലിം തന്നെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ അത്രയും നല്ലൊരു സ്റ്റോറിയെ ഒരു സിനിമയാക്കി അവരെടുത്തു. അതിന് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അത്രയും ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡയറക്ടർ നമ്മുടെ ജിത്തു സതീശൻ മംഗലത്ത് എന്ന് പറയുന്ന ഒരാളാണ്. ഇതിന്റെ പ്രൊഡ്യൂസർ വന്നിട്ട് 3 പേരാണ്. ഫറാസ് മുഹമ്മദ്, ഫയസ് മുഹമ്മദ്, ഫഹദ് സിദ്ദിഖ്. പിന്നെ മ്യൂസിക് വന്നിട്ട് ഗോഡ്വിൻ തോമസ് എന്ന് പറയുന്ന ഒരു പുള്ളിയാണ്. സിനിമോട്ടോഗ്രാഫി നവീൻ നജോസ് എന്ന് പറയുന്ന ഒരാളാണ്. എഡിറ്റർ അർജുൻ പ്രകാശ്. പിന്നെ ഓഡിയോഗ്രാഫി ചെയ്യിക്കുന്നത് വിഷ്ണു ഗോവിന്ദാണ്. അങ്ങനെ ഒരു അടിപൊളി ഇതിന്റെ പിന്നണി പ്രവർത്തിച്ച എല്ലാവരും അവരെ വർക്ക് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും ഗംഭീരമായിട്ട് ആ വർക്കുകളെല്ലാം പ്രത്യേകിച്ച് ആ ഒരു അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ള ഒരു ഫോറസ്റ്റിന്റെ ഒരു ആംബിയൻസ് ഉണ്ട്. തുടക്കം തൊട്ട് അവസാനം വരെ ആ ഒരു ആംബിയൻസിലാണ് പോകുന്നത്. അത്രയും കിഡിലുമായിട്ട് ആ ഒരു സ്ഥലവും കാര്യങ്ങളും അവർ അത്രയും ഗംഭീരമായിട്ട് അവരെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പിന്നെ ഇതിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അത്രയും ഇന്റൻസ് ആയിട്ടാണ് അവരതിൽ ചെയ്തിട്ടുള്ളത്. ആ ഒരു സിനിമയ്ക്കകത്ത് വേണ്ട അത്രയും നമ്മൾ ഓഡിയോ നമ്മൾ നല്ലൊരു ഡോൾബി അറ്റ്മോസ് ഒക്കെ ഉള്ള നല്ലൊരു തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു മൂവി തന്നെയാണ് ഇത്. അത്രയും കിഡിലുമായിട്ടാണ് അതിന്റെ ഒരു ക്രാഫ്റ്റ് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് ആവട്ടെ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആവട്ടെ, കാര്യങ്ങൾ എല്ലാം സിനിമാറ്റോഗ്രാഫി ഒക്കെ ഗംഭീരമാണ്. അത്രയും നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമാറ്റോഗ്രാഫിനെ കിളി പറക്കും. തുടക്കം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊരു ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മളെ കിളിയെ ഫുള്ള് പറക്കും. അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റാണ് അവർ ചെയ്തിട്ടുള്ളത്. നമ്മൾ തുടക്കം കണ്ട് ഒരു ട്വിസ്റ്റ് കാര്യങ്ങൾ ഒരു സസ്പെൻസിലോട്ട് എത്തുകയാണ്. അതെനിക്ക് മീൻസ് ഞാൻ ഒരു ഷോർട്ട് ഫിലിം കണ്ട ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് അത്രയും ഒരു ഇന്റൻസ് ആയിട്ട് ചെയ്തില്ല എങ്കിൽ പോലും പിന്നെ അങ്ങോട്ട് സെക്കൻഡ് ഹാഫ് അവർ കിഡിലനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അവർ ആ ഒരു സ്ക്രിപ്റ്റിനെ അവർ അത്രയും ഗംഭീരമായിട്ട് അതിന്റെ സെക്കൻഡ് ഹാഫ് ഒക്കെ ആയിട്ട് ചെയ്ത് അത്രയും കിഡിലനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഉള്ള എല്ലാവരും അവരുടെ പെർഫോമൻസ് അന്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അഷ്കർ അലിയൊക്കെ എനിക്ക് തോന്നുന്നു ബെസ്റ്റ് പെർഫോമൻസ് എന്ന് വേണം പറയാൻ. പിന്നെ കണ്ടപ്പോൾ പലപ്പോഴും നമുക്ക് തോന്നി ഒരു ആസിഫ് അലി ആയിരുന്നെങ്കിൽ ആസിഫ് അലിയുടെ കുറെ മാൻഡ്രിസങ്ങളും കുറെ സ്ഥലത്ത് ആസിഫ് അലിയെ തന്നെ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഞാൻ നോക്കി കറക്റ്റ് ഒരു ആസിഫ് അലിയെ തന്നെ ഞാൻ അതിൽ കണ്ടു. അത്രയും ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അടിപൊളി വർക്കായിരുന്നു. ഇതിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റും അടിപൊളിയായിരുന്നു. ക്ലൈമാക്സ് വരെയും നമ്മൾ അത്ര ഇതായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു മൂവിയാണ്. അധ്യായം 1 കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇതിന് സെക്കൻഡ് പാർട്ട് ഉണ്ട്. സെക്കൻഡ് പാർട്ടിനാണ് കൊണ്ട് നിർത്തിയിട്ടുള്ളത്. അതിന്റെ ക്ലൈമാക്സ് ഒക്കെ എന്റെ മോനെ എല്ലാ തിയേറ്ററിൽ നല്ല കൈയടിയായിരുന്നു. തിയേറ്ററിൽ കണ്ടു തീർന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതേയില്ല, നല്ല കൈയടിയായിരുന്നു എല്ലാവരും. കാരണം അങ്ങനത്തെ ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഒറ്റ സെക്കൻഡ് ഹാഫ് ഒക്കെ ഇങ്ങനെ ത്രില്ലിംഗ് ആയിട്ട് അങ്ങ് പോവുകയാണ്. ഫസ്റ്റ് ഹാഫ് ഒരു ഇതായിട്ട് കൊണ്ടുവന്നിട്ട് സെക്കൻഡ് ഹാഫ് കൊണ്ട് നമുക്ക് നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പോകുന്നത്. അത്ര അടുത്തത് എന്ത് ഇനി എന്ത് സംഭവിക്കും, അതിൽ ഓരോന്ന് ചെയ്തിട്ടുള്ള ആ ഒരു ഫ്രെയിമും കുറെ കട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വെൽ ക്രാഫ്റ്റ് വർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമ. നല്ല രീതിക്ക് വർക്കായി മൂവി. ഇപ്പോഴത്തെ ഒരു ടൈപ്പ് വരുന്ന കുറെ മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ചുരുളി, പിന്നെ നമ്മുടെ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു തമിഴിലെ ഒരു മൂവിയുണ്ട്. അതൊക്കെ ഈ ഒരു പ്ലോട്ടിൽ വരുന്ന ഒരു മൂവിയായിരുന്നു. ഈ അടുത്തായിട്ട് ഇറങ്ങിയതിൽ ഈ മൂവീസാണ് ആ ഒരു കൺസെപ്റ്റിൽ ഇറങ്ങിയിട്ടുള്ളത്. അത്രയും വർക്കാവുന്ന ഒരു കൺസെപ്റ്റ് ആണത്. അതിനവര് മലയാളത്തിൽ കൊണ്ടുവരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. നല്ലൊരു കിഡിലൻ ഡയറക്ടറാണ് ഇതിന്റെ. പുള്ളിക്കാരൻ അത്രയും നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. എന്തായാലും എല്ലാവരും പോവുകയാണെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി എൻജോയ് ചെയ്യാൻ നോക്കണം മൂവി. അത്രയും കിടിലനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ വീണ്ടും സന്ധിക്കും വരെ വണക്കം.